Namaskaram. Today we are going to discuss our fourth lesson, magnetic effects of current. നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിസത്തെ കുറിച്ചും കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രിക് കറന്റ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ മാഗ്നറ്റിസത്തെ കുറിച്ച് ലോവർ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ബാർ മാഗ്നറ്റിനെ കുറിച്ച് അറിയാം, മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാം. ബാർ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. മാഗ്നറ്റിനെ കുറിച്ച് വളരെ കാലം മുമ്പ് തന്നെ മനുഷ്യർക്ക് അറിയാമായിരുന്നു. മാഗ്നറ്റൈറ്റ് പോലുള്ള ഓർ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ അറിയാമായിരുന്നു. ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഇലക്ട്രോളിറ്റിക് സെല്ല് വോൾട്ട കണ്ടെത്തിയത് മുതൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ചും അറിവുണ്ടായി. പക്ഷേ ഇവ രണ്ടും ഒരേ ഫിനോമിനന്റെ രണ്ട് സൈഡ്സ് ആണ് എന്നുള്ള കാര്യം വളരെ കാലത്തേക്ക് ശാസ്ത്രലോകത്തിന് അറിയുമായിരുന്നില്ല. മറ്റ് പല പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെയും പോലെ തന്നെ വളരെ ആക്സിഡന്റലായിട്ടാണ് 1820 ഈസ്റ്റഡ് എന്ന സയന്റിസ്റ്റ് ഈ കണ്ടുപിടുത്തം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതിങ്ങനെയാണ്: അദ്ദേഹം ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് എന്തെല്ലോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പൊ ഇതിനടുത്ത് ആക്സിഡന്റിലായിട്ട് ഒരു കോമ്പസ് നീഡിലിരിക്കാൻ ഇടയായി. അപ്പോൾ ഈസ്റ്റേൺ ശ്രദ്ധിച്ചു, ഈ കോമ്പസ് നീഡിൽ ഒരു ഡിഫ്ലക്ഷൻ കാണുന്നു. അത് സാധാരണ അലൈൻ ചെയ്യുന്ന ആ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്ന് മാറി അതിനകത്ത് മറ്റൊരു ഡിഫ്ലക്ഷൻ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാം? മറ്റൊരു മാഗ്നറ്റിന്റെ പ്രസൻസ് കൊണ്ടാണ് ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യേണ്ടത്, അല്ലേ? ഇവിടെയാണെങ്കിൽ മറ്റു മാഗ്നറ്റ് ഒന്നും വച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് ഈ ഡിഫ്ലക്ഷന് കാരണം എന്ന് ചിന്തിച്ചപ്പോൾ ഈസ്റ്റേണിന് തോന്നി, ചിലപ്പോൾ ഈ കറണ്ടിന്റെ പ്രസൻസ് ആയിരിക്കാം ഈ ഡിഫ്ലക്ഷന് കാരണം എന്ന് തോന്നി. അപ്പൊ അദ്ദേഹം ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കറണ്ട് ഇല്ലാതായപ്പോൾ ഈ ഡിഫ്ലക്ഷൻ ഇല്ലാതായി. ഇപ്പൊ കറണ്ടാണ് അതിന് കാരണം എന്ന് തോന്നി. ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റേഡ് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി നോക്കി. കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ട്, പക്ഷേ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷനും മാറിയിട്ടുണ്ട്. കറണ്ട് കൂട്ടി നോക്കിയപ്പോൾ ഡിഫ്ലക്ഷന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ ഈസ്റ്റേഡിന് ഉറപ്പായി ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷന് കാരണം ഈ കറണ്ട് തന്നെയാണ്. പക്ഷേ കറണ്ടിന് നേരിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, കറണ്ട് കാരിയും കണ്ടക്ടറിനും ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ടാവാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം ഈ കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലക്ഷന് കാരണം. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിഗമനങ്ങളിൽ എത്തുകയാണ്. പിന്നീട് ഇതിനെ തുടർന്ന് പല പരീക്ഷണങ്ങളും നടക്കുകയുണ്ടായി. ഇപ്പൊ ഒരു കണ്ടക്ടർ ഇതാ ഇങ്ങനെ ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കണം. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഉള്ളിലേക്കാണ്, ഇൻവേർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കണ്ടക്ടർ. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനു ചുറ്റും ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ ബോർഡിന്റെ പ്ലെയിനിൽ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കത് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സർക്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സർക്കിൾസ് തന്നെയാണ് കിട്ടുക. പക്ഷെ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു കറണ്ട് കാരിയും കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റുമായിട്ടാണ്, അതായത് കറണ്ടിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് ചുറ്റുമായിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നത് എന്ന് പിന്നീടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തി. അപ്പൊ ഇതിനെക്കുറിച്ച്, ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇതിപ്പോ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ മാഗ്നറ്റിസത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി
ഉണ്ടാവുന്ന കണ്ടുപിടുത്തം ഇതിനെ തുടർന്ന് ഫാരഡെ നടത്തിയത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നമ്മുടെ 6th ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജാണ്. ക്യൂ എന്നൊരു ചാർജ് ഉണ്ടെങ്കിൽ അതിനു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും എന്ന് നമുക്കറിയാം. അതായത് എ ചാർജ് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഒരു സ്റ്റാറ്റിക് ചാർജിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരു ചാർജിനെ അനക്കാതെ വെച്ചാൽ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ബട്ട് എ മൂവിങ് ചാർജ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മൂവിങ് ചാർജിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. മൂവിങ് ചാർജ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ്. ഒരു ചാർജ് സ്റ്റാറ്റിക് ഓർ മൂവിങ്, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എങ്കിൽ മൂവിങ് ചാർജ് ഓർ കറന്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ്. ഓക്കെ, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ്. ലോറൻസ് ഫോഴ്സ് സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമുക്ക് രണ്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യാം. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കൊടുത്തു കഴിഞ്ഞാൽ, വലിയൊരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യാം. ഒരു ചാർജ് ഇങ്ങോട്ട് വരുന്നു, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. Q എന്നൊരു ചാർജ് എൻ്റർ ചെയ്തു, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. അപ്പൊ നമുക്ക് കാണാനുണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് v മേക്സ് എൻ ആംഗിൾ തീറ്റ. അപ്പൊ v ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്യും. ഇപ്പോ നോക്കൂ, ഇവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു ചാർജ് മൂവ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു മൂവിങ് ചാർജ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവ തമ്മിൽ അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ ഉണ്ടാവും. എന്തായാലും ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ F is equal to Q into V cross dm. ഇതിനെ നമുക്ക് F equal to QVB sin theta with a unit vector ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് QVB sin തീറ്റയാണ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് QVB sin തീറ്റയാണ്. അപ്പൊ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിംഗ് ചാർജ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുക. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കണക്കാക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. F മാഗ്നറ്റിക് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് QVB sin തീറ്റ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഡയറക്ഷനും കൂടി വേണമല്ലോ. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോക്കൂ, വിയും വിയും ഈ പ്ലെയിനിലാണ്. വിയും വിയും ഈ ബോർഡിന്റെ പ്ലെയിനിലാണ് അല്ലെ? അപ്പൊ ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് V ക്രോസ് B, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെക്റ്റർ പ്രോഡക്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി എന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരിക്കും. എയും ബിയും ഈ പ്ലെയിനിൽ കിടക്കുകയാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. പിന്നെ അത് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്ന് നോക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ എന്താണ്?
എ ക്രോസ് ബി ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. സ്ക്രൂ ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. അതല്ല സ്ക്രൂ അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നതെങ്കിലോ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് എയും ബിയും എങ്കിൽ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ സ്ക്രൂ തിരിച്ചാൽ ഉള്ളിലേക്കാണ് പോകും. തിരിച്ച് ഇങ്ങനെയാണ് എയും ബിയും നിൽക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ തിരിക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പൊ ഡയറക്ഷൻ മാറും, പുറത്തേക്ക് വരും അല്ലെ. ഇതുപോലെ തന്നെയാണ് നമ്മൾ വി ക്രോസ് ബിയുടെ ഡയറക്ഷനും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഈ വിയും ബിയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ. വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് പറയാം വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ്. ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സുമായിട്ടുള്ള വ്യത്യാസം പറയാൻ പറ്റും. ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു QE. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫോഴ്സും സെയിം ഡയറക്ഷനിലല്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് ഫീൽഡും ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നമുക്കിവിടെ എഫ് മാഗ്നറ്റ് ഈക്വൽ ടു QVB സൈൻ തീറ്റ ആണ്. അതായത് ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡിന് ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്പെസിഫിക് കേസസ് കൺസിഡർ ചെയ്യാം. തീറ്റ 0 വരുന്ന കേസിൽ എഫ് വിൽ ബി ഈക്വൽ ടു QVB സൈൻ 0. ദാറ്റ് ഇസ് 0. സൈൻ 0 0 ആണല്ലോ. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ there will be no magnetic force. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കില്ല അക്കോർഡിംഗ് ടു അവർ ഇക്വേഷൻ. പിന്നെ തീറ്റയുടെ വാല്യൂ കൂടി കൂടി വരുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് കൂടി വരാൻ തുടങ്ങും. ആൻഡ് അറ്റ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എഫ് വിൽ ബി ഈക്വൽ ടു QVB സൈൻ 90. സൈൻ 91 ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു QVB. This is the maximum value. Again നമുക്കറിയാം തീറ്റ 180 ഡിഗ്രി ആയി വരുന്ന സമയത്ത് വീണ്ടും എഫ് 0 വരും. അതായത് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടോ ആന്റി പാരലൽ ആയിട്ടോ മൂവ് ചെയ്യുന്ന സമയത്ത് there will be no magnetic force. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടുക മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കിട്ടുക. അപ്പം ഇതാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ഇനി ഇതിന് പുറമെ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടി ഉണ്ട് വിചാരിക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടി ഇവിടെ ഇലക്ട്രിക് ഫീൽഡും കൂടി ഉണ്ടെങ്കിലോ ഈ ചാർജിന് മാഗ്നറ്റിക് ഫോഴ്സിന് പുറമെ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെ. അപ്പൊ ടോട്ടൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് നമുക്കറിയാം ഇറ്റ് വിൽ ബി ഈക്വൽ ടു QE പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് Q into V cross B. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും. ദാറ്റ് ഈസ് F is equal to Q into E plus V cross B ആയിരിക്കും. ഈ എഫിനെ നമ്മൾ ലോറന്റ് ഫോഴ്സ് എന്ന് തന്നെയാണ് പറയാം. ഇതിനെ മാത്രമായിട്ട് Q into V cross B മാത്രമായിട്ട് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയും. എന്നാൽ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു ഏരിയയിൽ ഒരു ചാർജിന് ഫീൽ ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോറന്റ് ഫോഴ്സ് എന്നാണ്. ആൻഡ് ലോറന്റ് ഫോഴ്സ് F is equal to Q into E plus V cross. ഓക്കെ, ഇനി ഈ ലോറന്റ് ഫോഴ്സ് വെച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് മൂവ് ചെയ്യുന്നതിനെ കുറിച്ചും ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും. താങ്ക് യു.